അധ്യായം 4. കഴിഞ്ഞ അധ്യായത്തിൽ സായി സച്ചരിതം എഴുതുവാനുള്ള പ്രേരണയെപ്പറ്റി വിവരിച്ചു. ഞാനിപ്പോൾ സായിബാബയുടെ ആദ്യത്തെ വരവിനെ വിശദീകരിക്കുന്നു. സന്യാസിമാരുടെ ജോലികൾ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു, എവിടെയെല്ലാം അധർമ്മം അധംപതിക്കുന്നുവോ, അനീതി വളരുന്നുവോ, ധർമ്മം നിലനിർത്താൻ വേണ്ടിയും അധർമ്മികളെ ഇല്ലാതാക്കാൻ വേണ്ടിയും ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. സന്യാസികളും ഋഷികളും ഭഗവാന്റെ ശിഷ്യന്മാരാണ്. ആജ്ഞകളെ നിവർത്തിക്കുവാനായി അവർ തക്ക സമയത്ത് പ്രത്യക്ഷപ്പെടുകയും അവ അവരുടെ വഴികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർ അവരുടെ പ്രവർത്തികളെ വിസ്മരിച്ച് അലസരായി തീരുന്നുവെന്ന് വിശ്വസിക്കുക. ആ സമയത്ത് ശൂദ്രന്മാർ മേൽപ്പറഞ്ഞവരുടെ ജോലികൾ ചെയ്യുവാൻ തുടങ്ങി. അതോടെ ആത്മീയ ജ്ഞാനികൾ നിന്ദിക്കപ്പെടും. അവർക്ക് മനക്ലേശങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആത്മീയ പ്രവർത്തികൾ നിരസിക്കപ്പെടുന്നുവോ, ഏതൊരുത്തർക്കും അവർ തന്നെയാണ് ജ്ഞാനികൾ എന്ന് വിചാരിക്കുന്നുവോ, മാത്രമല്ല നിരസിക്കപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുകയും മദ്യപാനീയരാവുകയും ചെയ്യാൻ പാടില്ലാത്ത പണികൾ ചെയ്യുമ്പോഴും പല ജാതികൾ ജനങ്ങൾ പരസ്പരം ശണ്ട കൂടുമ്പോഴും ബ്രാഹ്മണർ അവരുടെ വന്ദനം മുതലായവ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുമ്പോഴും മതാനുസാരികൾ മതരീതികൾ ചെയ്യാതെ ഇരിക്കുമ്പോഴും യോഗികൾ അവരുടെ തപസ് ചെയ്യാതിരിക്കുമ്പോഴും മനുഷ്യർ ധനം, വശം, സഹധർമ്മിണി ഇവയാണ് ആവശ്യകതകൾ എന്ന് വിചാരിച്ച് ശരിയായ മോക്ഷപാതയിൽ നിന്ന് മാറുന്നുവോ, അപ്പോൾ ഋഷി, മുനി, സന്യാസി മുതലായവർ സജീവമാകും. വാർത്തകൾ മൂലവും മറ്റും മനസ്സിലാക്കി അവരെ ശരിയായ വഴിക്ക് നയിക്കാൻ ശ്രമിക്കും. നിവർത്തി, ധാന്യദേവ്, മുക്തബായി, നാമദേവ്, ഗോറാഗോനായി, ഏകനാഥ്, തൂക്കറ, നരഹരി, നർസിബായി, സജൻ കാസായി, സവദ, രാമദാസ്, വേറെ പല ജ്ഞാനികളും അവതരിച്ച് ജനങ്ങൾക്ക് നല്ല വഴി കാണിച്ചു. അതേമാതിരി ഷിർദി സായി ബാബയെ അവതരിച്ചു. ഷിർദി ഒരു പുണ്യതീർത്ഥം. അഹമ്മദ് നഗർ ജില്ലയിൽ ഗോദാവരി നദി തീരം വളരെ ഭാഗ്യം ചെയ്തതാണ്. ഈ സ്ഥലം പല സന്യാസിമാരുടെയും ജനന സ്ഥലവും ആശ്രമവുമായിരുന്നു. അതിൽ പ്രധാനമായ ഒരാൾ ജ്ഞാനേശ്വരാണ്. കോപ്പർഗാവ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഷിർദി, കോപ്പർഗാവിലുള്ള ഗോദാവരിയെ കടന്ന ഷിർദിയിലുള്ള വഴിയായി 3 കിലോമീറ്റർ ചെന്നാൽ ഹിമകാവ് എത്തുന്നു. അവിടെ നിന്നും ഷിർദി ദൃശ്യമാവുന്നതാണ്. ഷിർദി കീർത്തി നേടിയതും മറ്റു പുണ്യസ്ഥലങ്ങളായ ഗംഗാപൂർ, നരസിംഹവാടി, ഔധംപൂർ പോലെ തന്നെയാണ്. ഭക്തർ ദാമോജി പ്രസിദ്ധി നേടി. അതുപോലെ സമർത്ഥ രാമദാസ്, നരസിംഹ സരസ്വതിയും പ്രസിദ്ധരായി. അപ്രകാരം സായിബാബ ഷിർദിയെ അനുഗ്രഹിച്ചു. ശ്രീ സായിബാബ കാരണമായിരുന്നു ഷിർദിക്ക് പ്രാധാന്യം ലഭിച്ചത്. ഇപ്പോൾ എന്തുതരം സിദ്ധികളാണ് സായിബാബയ്ക്കുള്ളതെന്ന് നോക്കാം. ബാബ ഈ ലോകത്തെ പിടിച്ചടക്കി. സമാധാനം, അചഞ്ചല മനസ്സ് ഇതായിരുന്നു സായിയുടെ ആഭരണം. ബാബ അറിവിന്റെ ഒരു പാത്രമായിരുന്നു. എത്രയും തുറന്ന മനസ്സുള്ളവരായ വൈഷ്ണവ ഭക്തന്മാർക്ക് സായി ഒരു നന്മ നിറഞ്ഞ വീടായിരുന്നു. സായിക്ക് ചീഞ്ഞു പോകുന്ന വസ്തുക്കളിൽ താല്പര്യമില്ല. എപ്പോഴും തന്റെ ആഗ്രഹം ആത്മബോധം ഉണരണമെന്നതായിരുന്നു. അതിനായി സദാ ആ പ്രവൃത്തി മുഴുകിയിരുന്നു. അദ്ദേഹത്തിന് ഈ ലോകത്തിലുള്ളതോ പുറമേയുള്ള വസ്തുക്കളിലോ ആഗ്രഹമോ സന്തോഷമോ തീരെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം ഒരു കണ്ണാടി പോലെ നിർമ്മലമായിരുന്നു. ബാബയുടെ സംസാരത്തിൽ അമൃത് പൊഴിഞ്ഞിരുന്നു. ധനികരെയും സാധാരണക്കാരെയും ബാബ ഒരുപോലെ കരുതിയിരുന്നു. ബാബയ്ക്ക് പ്രശസ്തി, അന്തസ് എന്നിവ അറിവില്ലായിരുന്നു. മാത്രമല്ല അവയെ വകവെച്ചതുമില്ല. ബാബ എല്ലാറ്റിനും ദേവനായിരുന്നു. എല്ലാവരോടും ഒരുപോലെ സംസാരിച്ചിരുന്നു, പഴകിയിരുന്നു. ദാസിമാരുടെ നടനങ്ങൾ വീക്ഷിച്ചിരുന്നു. ഗസൽ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം ആയിരുന്നാലും ബാബ ഒരിഞ്ചുകൂടി സ്വന്തം ദൃഢമനസ്സിൽ നിന്ന് മാറിയില്ല. അള്ളാഹുവിന്റെ നാമം ബാബ എപ്പോഴും ഉരുവിട്ടിരുന്നു. ലോകം മിഴിച്ചിരിക്കുമ്പോൾ ബാബ ഉറങ്ങും. ലോകം നിദ്രയിലാകുമ്പോൾ സായി ജാഗ്രതനായി തീരും. ബാബയുടെ അടിവയറ് എപ്പോഴും ആഴമുള്ള സമുദ്രത്തെ പോലെ ശാന്തമായിരുന്നു. അതേമാതിരി പ്രവൃത്തികളും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിലും ലോകത്തിന്റെ പലയിടത്തും നടക്കുന്ന സംഗതികൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദിവസേന 100 കണക്കിന് കഥകൾ പറയുമായിരുന്നു. എന്നാലും തന്റെ നിശബ്ദാവസ്ഥയിൽ നിന്ന് ഒരിഞ്ചുകൂടി മാറിയിരുന്നില്ല. സായി എപ്പോഴും മസ്ജിദിന്റെ ഒരു ചുവരിൽ ചാഞ്ഞിരിക്കും. അല്ലെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും
വൈകുന്നേരവും ലണ്ടിയെയും ചാവടിയെയും നോക്കി നടക്കും. അപ്പോഴും അദ്ദേഹം ഉന്മേഷവാനായിരിക്കും. സിദ്ധനായിരുന്നുവെങ്കിലും സായി സാധാരണക്കാരെ പോലെ പെരുമാറിയിരുന്നു. ബാബ ദയുള്ളവനും കരുണാമൂർത്തിയും അതേസമയം അഹങ്കാരമില്ലാത്ത ഒരാളുമായിരുന്നു. ഇക്കാരണങ്ങൾ എല്ലാവരുടെയും സ്നേഹമൂർത്തിയായിരുന്നു. ശ്രീ സായിബാബയുടെ കാൽപാദം പതിഞ്ഞ ഷിർദി മണ്ണിന് അസാധാരണ നിലയിലുള്ള പ്രാധാന്യം ലഭിച്ചു. ജ്ഞാനേശ്വർ അലണ്ടിയെ ഉയർത്തി ഏകനാഥ് പ്രതാപിനെ ഉരുവാക്കി. അതുപോലെ സായിബാബ ഷിർദിയെ ഉത്ഭവിപ്പിച്ചു. അവിടുത്തെ പുല്ലുകൾ, ഇലകൾ ഇവയെല്ലാം പരിപൂർണമായ ബാബയുടെ കാലടികളെ ചുംബിക്കുവാനും മൺതരികളെ തലയ്ക്കുമീതെ വയ്ക്കുവാനും ഭാഗ്യമുണ്ടായി. പണ്ഡാർപൂർ, ജഗന്നാഥ്, ദ്വാരക, ബനാറസ്, രാമേശ്വരം, ബദരീനാഥ്, നാസിക്, ത്രയംബകേശ്വർ, ഗോകർണം എന്നീ സ്ഥലങ്ങൾ പോലെ ഷിർദി ഭക്തന്മാരുടെ പുണ്യസ്ഥലമായി തീർന്നു. ഷിർദിയിലെ സായി ദർശനം, വേദം, തന്ത്രം എന്നിവ പഠിക്കുന്നത് പോലെയായി. സംസാര ദുഃഖത്തെ നിലനിർത്തി സ്വയം സ്മരണയെ ഉളവാക്കി. സായിയുടെ ദർശനം നമുക്കൊരു യോഗ സാധനയായിരുന്നു. ബാബയോടുള്ള സംസാരം പാപങ്ങളെ നശിപ്പിച്ചു. കാലുകളെ കഴുകുന്നത് ത്രിവേണി, പ്രയാഗ് സംഗമം പോലെയായിരുന്നു. സായിബാബയുടെ കാലുകളിൽ വീണ വെള്ളം കഴിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാവുന്നു. നമുക്ക് ബാബയുടെ ആജ്ഞകൾ വേദവാക്യങ്ങളാണ്. പ്രസാദവും വിഭൂതിയും കഴിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കുന്നു. സായി നമ്മുടെ പരബ്രഹ്മമാണ്. സായിബാബ ഒരു ജോഡിയുടെ രണ്ടറ്റങ്ങളായിരുന്നു. ഒരിക്കലും നിരാശപ്പെടുകയോ സന്തോഷിക്കുകയോ ചെയ്യില്ല. ബാബ എപ്പോഴും സ്വയം ചിന്തയിലായിരുന്നു. ഷിർദി ബാബയുടെ മധ്യസ്ഥ സ്ഥലമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എത്രയും ദൂരത്തിലുള്ള പഞ്ചാബ്, കൽക്കത്ത, ഉത്തരേന്ത്യ, ഗുജറാത്ത്, ഡാക്ക, കൊങ്കൺ എന്നീ സ്ഥലങ്ങളിലൊക്കെ എത്തിയിരുന്നു. ഇങ്ങനെ സായിബാബയുടെ കീർത്തി അതിവിദൂര സ്ഥലങ്ങളിലേക്കും പരന്നിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ബാബയെ വന്നു കാണുകയും ആശീർവാദത്തിന് വിധേയരാവുകയും ചെയ്തിട്ടുണ്ട്. ബാബയുടെ ദർശനത്താൽ ആളുകൾ ഉടനടി സ്വസ്ഥന്മാരായിത്തീരുന്നു. കണ്ടിപൂരത്തിലെ വിത്തൽ രാഖുമായിയെ ദർശിച്ച് ഭക്തന്മാർക്ക് കിട്ടുന്ന സന്തോഷം ഇവിടെയും അവർക്ക് ലഭിച്ചിരുന്നു. ഇതൊരു അതിവാദമല്ല, കാര്യമാണ്. ഒരു ഭക്തൻ ഈ കാര്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ഗൗളി ബൂവാവിന്റെ വചനം. 25 വയസ്സുള്ള ഗൗളി ബൂവ പണ്ഡീരകപുരത്തിലെ ഒരു പഴയ ഭക്തനായിരുന്നു. അദ്ദേഹം 8ാം മാസം പണ്ഡീരകപുരത്തിലും ബാക്കി 4 മാസം നദീതീരങ്ങളിലും വസിച്ചിരുന്നു. ചുമടെടുക്കുവാൻ ഒരു കഴുതക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ശിഷ്യനും. എല്ലാ വർഷവും പണ്ഡീകപുരത്തിലേക്ക് ചെല്ലും. പിന്നെ ബാബയെ കാണാനായി ശ്രദ്ധിക്കും പോകുമായിരുന്നു. ബാബയെ വളരെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം എപ്പോഴും ബാബയെ ഉറ്റുനോക്കുകയും ഈ പണ്ഡീരനാഥ് വിത്തൽ ഭഗവാൻ എഴുതപ്പെട്ട അനാഥർക്ക് ഒരു കാരുണ്യമൂർത്തി എന്ന് പറയുകയും ചെയ്യും. വിത്തോബായിലെ ഒരു പഴയ ഭക്തനായിരുന്നു ഗൗളി ബൂവ. പല പ്രാവശ്യം പണ്ഡീരക്ക് ചെന്ന് സായിബാബ ഒരു പ്രത്യക്ഷ പണ്ഡീരനാഥനാണെന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിത്തൽ ദൃശ്യമായി. ദൈവത്തിന്റെ പേരുകൾ ഓർമ്മിക്കുകയും കീർത്തനങ്ങൾ പാടുകയും ചെയ്തിരുന്ന സായിബാബ സായി എപ്പോഴും അല്ലാ മാലിക് എന്ന് പറഞ്ഞിരുന്നു. ഭഗവാൻ നമ്മുടെ കർത്താവാണ്. ബാബയുടെ സന്നിധാനത്തിൽ ആഴ്ചയിൽ 7 ദിവസവും രാത്രിയും പകലും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുവാൻ ഭക്തന്മാരെ പ്രേരിപ്പിച്ചിരുന്നു. ഇതിന് നാമസപ്താഹം എന്ന് പറയും. ഗൗളീബൂവായും നാമസങ്കീർത്തനത്തിൽ പങ്കെടുത്തു. 7ാമത്തെ ദിവസം വിത്തൽ പ്രത്യക്ഷമാവണമെന്ന് പ്രാർത്ഥനയോടെയായിരുന്നു. ഭക്തി ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടി ആര് പ്രാർത്ഥിക്കുന്നുവോ അവന്റെ മുമ്പിൽ തീർച്ചയായും പ്രത്യക്ഷപ്പെടുമെന്ന് ബാബ തന്റെ മാറിടത്തിൽ കൈവച്ചുകൊണ്ട് ഊർജിതമായി പറഞ്ഞു. ധനകപുരയിലെ താക്കൂർനാഥൻ, പണ്ഡീരപുരത്തിലെ വിത്തൽ, ദ്വാരകയിലെ കൃഷ്ണൻ, എല്ലാ ദൈവങ്ങളും ഷിർദിയിലാണ്. ആരും അത്ര ദൂരം ദ്വാരകയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. വിത്തൽ വേറെ വല്ല സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വരുമോ? അദ്ദേഹം ഇവിടെ തന്നെയാണുള്ളത്. ഭക്തന്മാർ അതിയായ ഭക്തിയോടും സ്നേഹത്തോടും കൂടി വിളിച്ചാൽ വിത്തലിനെ കാണുകയും ഷിർദിയിൽ കാണുവാൻ സാധിക്കും. സപ്താഹം കഴിഞ്ഞ ഉടൻ വിത്തൽ ഇപ്രകാരം പ്രകാശിച്ചു. കാക്കാ സാഹിബ് പതിവ് പോലെ കുളി കഴിഞ്ഞ് ധ്യാനത്തിനിരിക്കുകയും വിത്തലെ കാണുകയും ചെയ്തു. ഉച്ചദർശനത്തിന് ബാബയെ കാണാൻ ചെന്നപ്പോൾ ബാബ മുഖത്തു നോക്കി ആജ്ഞയായി ചോദിച്ചു, വിത്തൽ പാട്ടിൽ വന്നുവോ? അദ്ദേഹം വളരെ മടിയനാണ്. ഇതിരി അജഗ്രതനായിരുന്നാലും രക്ഷപ്പെട്ട് കളയും. ഈ സംഭവം രാവിലെ നടന്നു. ഉച്ചയ്ക്ക് വേറൊരു വിത്തലിനെ കാഴ്ച കിട്ടി. ഒരു വിൽപ്പനക്കാരൻ 25-30 വിത്തോബ പടങ്ങൾ കൊണ്ടുവന്നു.
ആ ചിത്രവും കാക്കാ സാഹിബ് കണ്ട ചിത്രവും ഒരേ മാതിരി ആയിരുന്നു. ബാബയുടെ വാക്കുകൾ ഓർമ്മിച്ചു. ഈ ചിത്രം കണ്ടിട്ട് കാക്കാ സാഹിബിന് സന്തോഷവും അത്ഭുതവും നിറഞ്ഞൊഴുകി. അദ്ദേഹം തന്റെ പൂജാസ്ഥലത്ത് വെക്കുവാൻ ഒരു വിത്തോബാവിന്റെ ചിത്രം മേടിച്ചു. ശ്രീ സായിനാഥന് നമസ്കാരം.